നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിലെ വിധിക്ക് പിന്നാലെ അതിജീവിതയ്ക്ക് പിന്തുണ ആവർത്തിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. സംസ്ഥാന സർക്കാർ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും ഗോവിന്ദൻ മാസ്റ്റർ. നടിയെ ആക്രമിച്ച കേസിൽ വിധി തൃപ്തികരമല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായും സണ്ണി ജോസഫ്. തലശ്ശേരി നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിയമം ലംഘിച്ചുകൊണ്ട് വഴിയോര കച്ചവടക്കാരെ MG റോഡിൽ നിന്നും ഒഴിപ്പിച്ച കച്ചവടം പുനരാരംഭിച്ചു. കേരള ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചിട്ടാണ് കച്ചവടം പുനരാരംഭിച്ചത്. പാനൂർ നഗരസഭയുടെ UDF ഭരണസമിതി ഗുരുതരമായ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറിയെന്ന ആരോപണവുമായി LDF. നഗരസഭയുടെ സമഗ്ര വികസനത്തിന് LDF ഭരണത്തിൽ വരണമെന്നും നേതാക്കൾ. വാർത്തകൾ വിശദമായി. നടിയെ ആക്രമിച്ച കേസിലെ വിധിക്ക് പിന്നാലെ അതിജീവിതയ്ക്ക് പിന്തുണ ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. CPIM ഇതുവരെയും തുടർന്നും അതിജീവിതയ്ക്കൊപ്പമാണ്. സംസ്ഥാന സർക്കാരും അതിജീവിതയ്ക്കൊപ്പമാണ് നിലകൊണ്ടത്. സംസ്ഥാന സർക്കാർ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്നുറപ്പാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. അതെ, പോലീസ് ഒത്തുകളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സംഭവം ഉണ്ടാകും. ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ. ആരായാലും അവരെ സംരക്ഷിക്കപ്പെടില്ല. ഈ ഗവൺമെന്റിന്റെ കാലത്ത് വന്നാണല്ലോ അതിന്റെ ഒരു ഗ്യാരണ്ടി. അതാണ് ഇതിലും കൃത്യമായ നിലപാട് ഗവൺമെന്റിന് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമാവുന്നു. അപ്പോൾ അതിജീവിതക്ക് അനുകൂലമായ നിലപാടാണ് ഇതേവരെ എടുത്തത്. നിയമയുദ്ധത്തിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി വരെ പോയതും അതിജീവിതക്ക് ഒപ്പം നിന്നുകൊണ്ട് ഗവൺമെന്റ് തന്നെയാണ്. അപ്പോൾ ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ്. ഗൂഢാലോചന തെളിയിക്കപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയും ഈ തെളിവുകളുടെ അഭാവമാണ് അതിന് കാരണമാവുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രോസിക്യൂഷന്റെ വീഴ്ചയാണോ? അല്ല, തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രയാസം തന്നെയാണ്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ തെളിയിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദിലീപ് പറയുന്നത് തനിക്കെതിരെ ഗൂഢാലോചന, അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലൊന്നും ഇന്നിന് വലിയ പ്രസക്തിയില്ല. ക്രിമിനൽ പോലീസ്, അതാ ഞാൻ പറഞ്ഞ വലിയ പ്രസക്തിയില്ല. എല്ലാ ക്രിമിനലുകളെയും നേരിട്ടുകൊണ്ടാണ് പോലീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം, പകൽ വെളിച്ചം പോലെ അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കേസിന്റെ വിധിയെ യഥാർത്ഥത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ പ്രക്രിയയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് അതിന് അപ്പീൽ പോവും. ഗവൺമെൻറ് അതിൻ്റെ ഒപ്പമാണ്, അതിജീവിതക്കൊപ്പമാണ്. അതിജീവിത ഇപ്പോൾ തന്നെ പരാമർശിക്കപ്പെട്ട് കണ്ടത് തൃപ്തിയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അവരുടെ തൃപ്തിയാണ് പ്രധാനം. നടിയെ ആക്രമിച്ച കേസിൽ വിധി തൃപ്തികരമല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഗൂഢാലോചന ഭാഗം തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്നും ഗൗരവതരമായ പരാജയമാണെന്നും സണ്ണി ജോസഫ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി ഒരു തൃപ്തികരമല്ല. പ്രോസിക്യൂഷൻ ആ കേസ് പൂർണ്ണാർത്ഥത്തിൽ കോടതിയിൽ സമർത്ഥിച്ച് വാദിച്ച് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഗൂഢാലോചന ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പോലീസ് അന്വേഷണ വിഭാഗത്തിൻ്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷൻ്റെയും ഗൗരവമേറിയ ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. തലശ്ശേരി നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഒഴിപ്പിച്ച വഴിയോര കച്ചവടം MG റോഡിൽ പുനരാരംഭിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് വഴിയോര കച്ചവടം പുനരാരംഭിച്ചത്. നേരത്തെ വഴിയോര കച്ചവട സംരക്ഷണ നിയമം അനുശാസിക്കുന്ന ചട്ടങ്ങൾ, നിബന്ധനകൾ എന്നിവ ലംഘിച്ചുകൊണ്ടാണ് നഗരസഭ തെരുവോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചത്. തുടർന്നാണ് തൊഴിലാളികൾ അഡ്വക്കേറ്റ് ആസിഫ് അലിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി കച്ചവടം പുനരാരംഭിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. കച്ചവട പുനരാരംഭിക്കലിന്റെ ഉദ്ഘാടനം INTUC സംസ്ഥാന സെക്രട്ടറി P. ജനാർദ്ദനൻ നിർവഹിച്ചു. ഇന്നു മുതൽ ഇവിടെ കച്ചവടം ആരംഭിക്കുന്നത്. ഇവിടെ കച്ചവടം ചെയ്ത് ഉപജീവനം നയിക്കുന്ന തൊഴിലാളികളോട് തലശ്ശേരി നഗരസഭ കാണിച്ചിരിക്കുന്നത് നിയമലംഘനവും ചട്ടലംഘനവുമാണ്. ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നിന്ന് വഴിയോര കച്ചവടം പൂർണ്ണമായി ഒഴിവാക്കി കളയാമെന്ന തലശ്ശേരി നഗരസഭ അധികൃതരുടെ വ്യാമോഹം, ആഗ്രഹം നടക്കില്ല എന്ന് കേരള ഹൈക്കോടതി
ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ നിയമം ലോകത്തെമ്പാടുമുണ്ട്. UPA ഗവൺമെൻറ് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഗവൺമെൻറ്റാണ് രാജ്യത്തെ വഴിയോര കച്ചവടക്കാർക്ക് ജീവിക്കാൻ ആവശ്യമായ സംരക്ഷണം എന്ന നിലയിലാണ് വഴിയോര കച്ചവട നിയമം കൊണ്ടുവന്നത്. യൂണിയൻ പ്രസിഡന്റ് M. നസീർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ നേതാക്കളായ KS. ശ്രീനിവാസൻ, C. പ്രകാശൻ എന്നിവർ സംസാരിച്ചു. പാനൂർ നഗരസഭയുടെ UDF ഭരണസമിതി ഗുരുതരമായ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറിയതായി LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നഗരസഭയുടെ സമഗ്ര വികസനത്തിന് LDF ഭരണത്തിൽ വരണമെന്നും നേതാക്കൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയിട്ടുള്ള ക്യാമ്പയിൻ നഗരസഭാ പരിധിയിലെ ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പൊതുവിൽ LDFന് പുറത്തുള്ള ആളുകൾ ഉൾപ്പെടെ UDFന്റെ ഭരണം ഒരു പരാജയമായിരുന്നുവെന്നും പാനൂരിന് ഒരു മാറ്റം വേണം എന്നും അഭിപ്രായപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി. ഇതിനെ മറികടക്കാൻ വേണ്ടി ഇക്കഴിഞ്ഞ ദിവസം UDFന്റെ നഗരസഭാ നേതൃത്വം വികസന മുന്നേറ്റ ജാഥ എന്ന പേരിൽ 2 ജാഥകൾ പാനൂർ നഗരസഭാ അതിർത്തിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ജാഥകളിലൂടെ സ്വന്തം ഭരണപരാജയം മറച്ചുപിടിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. പാനൂർ നഗരസഭയുടെ വികസന മുരടിപ്പ് അവർ അംഗീകരിച്ചു, അതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവർ അംഗീകരിച്ചു. പക്ഷെ അതിന്റെ ഉത്തരവാദി ഞങ്ങളല്ല, സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാരിനാണ് എന്ന് വരുത്തി തീർക്കാനാണ് അവർ വൃഥാശ്രമം നടത്തിയിട്ടുള്ളത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നഗരസഭയുടെ ഭരണ കെടുകാര്യസ്ഥത, അഴിമതി, ഇതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തുറന്നു കാണിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. പാനൂർ നഗരസഭയുടെ കഴിഞ്ഞ ഭരണസമിതി ഗുരുതരമായ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറിയെന്ന് LDF നേതാക്കൾ പറഞ്ഞു. സമഗ്ര വികസനത്തിന് LDF ഭരണത്തിൽ വരണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വന്തം കാര്യാലയമില്ലാത്ത ഒരേയൊരു നഗരസഭ 87 നഗരസഭകളിൽ പാനൂർ മാത്രമാണ്. രൂപീകരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിട്ടും സ്വന്തമായി ആസ്ഥാന മന്ദിരം സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു ഭരണ പരാജയമാണ് UDFന്റെ ഭരണസമിതിക്ക് ഉണ്ടായിട്ടുള്ളത്. നഗരസഭാ രൂപീകരണത്തിന് ശേഷം ഏതാനും മാസം പാനൂർ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് ആ കെട്ടിടത്തിലെ അസൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു വാടക കെട്ടിടത്തിലേക്ക് നഗരസഭാ കാര്യാലയം മാറ്റി. വാടക കെട്ടിടത്തിലാവട്ടെ അങ്ങേയറ്റത്തെ അസൗകര്യമാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പൽ കൗൺസിൽ യോഗം ചേരാനോ അവിടുത്തെ ഓഫീസ് സ്റ്റാഫിന് കൃത്യമായ രീതിയിൽ ജോലി ചെയ്യാനോ വന്നു പോകുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇരിപ്പിടങ്ങളോ സൗകര്യങ്ങളോ ചെയ്തു കൊടുക്കാനോ ഒന്നും നഗരസഭാ കാര്യാലയത്തിന് സാധിക്കുന്നില്ല. വാർത്താസമ്മേളനത്തിൽ P. ഹരീന്ദ്രൻ, K. കുഞ്ഞബ്ദുള്ള, VP പ്രേമകൃഷ്ണൻ, KK ബാലൻ, KP യൂസഫ്, രാമചന്ദ്രൻ ജോത്സ്ന, ജയചന്ദ്രൻ കരിയാട്, PK രാജൻ എന്നിവർ പങ്കെടുത്തു. LDF തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. അരയാക്കണ്ടി പീടികയിൽ നിന്ന് ആരംഭിച്ച് കല്ലിക്കണ്ടിയിൽ സമാപിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. KP മോഹനൻ MLA തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തു. കേരളം ആര് ഭരിക്കുന്നു എന്നതല്ല നോക്കേണ്ടത്, പഞ്ചായത്തുകൾ. ഈ പഞ്ചായത്തിലൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആര് ഭരിക്കുന്നു, അവരെന്ത് ചെയ്യണം, സർക്കാർ ഫണ്ടുകൾ ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. സർക്കാർ ഫണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് പൂർത്തീകരിക്കാനുള്ള നടപടികൾ കൊണ്ടുപോകണം. ഇതൊന്നും ചെയ്യാതെ ഇവിടെ പറഞ്ഞതുപോലെ അഥവാ കോൺഗ്രസ് ആണ് അത് നേതൃത്വം കൊടുത്തതെങ്കിൽ അതുകൊണ്ട്
ലീഗ് പറയും ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കേണ്ടതില്ല എന്ന്. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലേക്ക് കോൺഗ്രസും ലീഗും മാറിയപ്പോൾ ഇവിടെ വികസനം മുരടിപ്പുണ്ടായി. ആ മുരടിപ്പ് മാറ്റണം നമുക്ക്. അതാണ് പറഞ്ഞത് തൃപ്പങ്ങോട്ടൂര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഈ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൽ ഉണ്ടാവണം. CKB തിലകൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം KPV പ്രീത, ഏരിയ കമ്മിറ്റി അംഗം A രാഘവൻ, അഡ്വക്കേറ്റ് അശോക് കുമാർ, KP ശിവപ്രസാദ്, OT അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ച് പ്രഭാത സവാരി സംഘടിപ്പിച്ചു. മീത്തലെ കുന്നോത്തുപറമ്പിൽ നിന്നും കല്ലുവളപ്പിലേക്ക് നടന്ന പ്രഭാത സവാരിയിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ പങ്കെടുത്തു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളായ 4-ാം വാർഡിലെ KC സിന്ധു, 16-ാം വാർഡിലെ RP കൃഷ്ണൻ, 6-ാം വാർഡിലെ സ്ഥാനാർത്ഥി സനുഷ പുല്ലാപ്പള്ളി, ബ്ലോക്ക് കൊളവലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി അശോകൻ കണ്യാട്ട്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി CK മുഹമ്മദ് അലി എന്നിവർക്ക് വേണ്ടിയാണ് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മീത്തലെ കുന്നോത്തുപറമ്പിൽ നിന്നും കല്ലുവളപ്പിലേക്ക് പ്രഭാത സവാരി നടത്തിയത്. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രഭാത നടത്തത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കാളികളായി. DCC ജനറൽ സെക്രട്ടറി KP സാജു, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി VK ഷിബിന, MSF സംസ്ഥാന ട്രഷറർ CK നജാഫ്, C പുരുഷ മാസ്റ്റർ, KP ശ്രീവത്സൻ എന്നിവർ സ്ഥാനാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്നു. മാറാനുറച്ച് കുന്നോത്തുപറമ്പ് എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുദ്രാവാക്യം. ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ കാരണം വികസന മുരടിപ്പും ഗ്രാമപഞ്ചായത്തിൻ്റെ സാരഥികൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ലായ്മയുമാണ് എന്നത് ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഗ്രാമീണ വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 5 വർഷക്കാലത്തെ ഈ പഞ്ചായത്തിലെ ഭരണം ഒട്ടും തന്നെ ശുഭകരമായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്ന വസ്തുത. ഇന്ന് ഞങ്ങൾ ഈ ഒരു മോർണിംഗ് വാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി തുടർന്നു വരുന്ന പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി CK മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ, അതുപോലെ അതാത് സ്ഥലത്തെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. ഇന്ന് തന്നെ രാവിലെ കുന്നോത്തുപറമ്പിലെ തൂവക്കുന്ന് മേഖലകളിൽ പര്യടനം നടത്തിയിട്ടാണ് രാവിലെ 6:30 ആരംഭിച്ച് ഇന്നിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. തീർച്ചയായും ജനങ്ങളോട് ഞങ്ങൾക്കെന്താണ് പറയാനുള്ളത്, സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ഐക്യജനാധിപത്യ മുന്നണിക്ക് എന്താണ് പറയാനുള്ളത് എന്നും ഈ ഒരു യാത്രയിൽ ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ജനങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവാണ്. പാനൂർ നഗരസഭ 38-ാം വാർഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ റാഷിഖ് പൂക്കോമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. KP മോഹൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പാനൂർ നഗരസഭ 38-ാം വാർഡ് LDF സ്ഥാനാർത്ഥി റാഷിഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. പൂക്കോം തുണ്ടായി പിടിക ബസ് സ്റ്റോപ്പ് പരിസരത്ത് വെച്ച് KP മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. മിനി മാരത്തോൺ പാനൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വികസനം എത്തി നിൽക്കാത്ത പാനൂരിന് വികസനത്തിൻ്റെ നേർവഴികൾ കാണിച്ചു കൊടുത്തുകൊണ്ട് സമ്പൂർണ്ണ
വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചേ മതിയാവും. കഴിഞ്ഞ 5 വർഷക്കാലം ഈ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ തലത്തിലുള്ള വികസനങ്ങൾ മുരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം സർക്കാരിൻ്റെയും MLA ഫണ്ടിൻ്റെയും ഒക്കെ തന്നെ കണ്ണലിലാണ് കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. അതോടൊപ്പം തന്നെ ഇവിടെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല. നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുണ്ടായിപ്പീടികയിൽ നിന്ന് ആരംഭിച്ച് കാട്ടിമുക്ക് കനാൽ റോഡ് വഴി പൂക്കോത്ത് സമാപിച്ചു. പ്രിയമുള്ളവരെ, പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി റാഷിദ് പൂക്കോവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ, വിനയത്തിന്റെ ഭാഷയിൽ ഐക്യജനാധിപത്യ മുന്നണി തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി പ്രകടന പത്രിക പുറത്തിറക്കി. വരണം UDF, വളരണം തലശ്ശേരി എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ളതാണ് പ്രകടന പത്രിക. LS പ്രഭു മന്ദിരത്തിലാണ് പ്രകാശനം നടന്നത്. UDF തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി പ്രകടന പത്രിക പുറത്തിറക്കി. വരണം UDF, വളരണം തലശ്ശേരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രകടന പത്രിക. LS പ്രഭു മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ KPCC ട്രഷറർ VA നാരായണൻ, ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ലത്തീഫിന് നൽകി പ്രകാശനം ചെയ്തു. പഴയ തലശ്ശേരിയായി കുറെ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നു എന്നല്ലാതെ തലശ്ശേരിയുടെ മുഖച്ഛായ മാറ്റാനും തലശ്ശേരിയിലെ വളർന്നു വരുന്ന ഗതാഗതക്കുരുക്ക് മാറ്റിയെടുക്കാനും നിലവിലുള്ള ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ദൈനംദിനം തലശ്ശേരിയുടെ കടന്നു പോകുന്ന നമുക്ക് എല്ലാവർക്കും ഒരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത, അതിനുശേഷം ആഭ്യന്തരമന്ത്രിയെ സംഭാവന ചെയ്ത, അതിനുശേഷം സ്പീക്കറെ സംഭാവന ചെയ്ത, മാത്രമല്ല ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ പ്രദേശത്തുകാരും തൊട്ടടുത്ത അയൽക്കാരനുമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ കേരളത്തിൽ തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തമ നയം തന്നെയാണ്. N മഹമ്മൂദ് അധ്യക്ഷനായി. സജീവ് മാറോളി, V രാധാകൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് T ആസഫ് അലി, KC അഹമ്മദ്, MB അരവിന്ദാക്ഷൻ, അഡ്വക്കേറ്റ് CT സജിത്, EV ജയകൃഷ്ണൻ, PV രാധാകൃഷ്ണൻ, CKP മമ്മു, അഡ്വക്കേറ്റ് KC രഘുനാഥ്, അനസ് ചാലിൽ, ഉച്ചുമൽ ശശി, K ജയരാജൻ, M നസീർ എന്നിവർ സംസാരിച്ചു. LDF കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. കക്കോട്ടുവയലിൽ നിന്നും ആരംഭിച്ച റാലി പാറാട്ട് സമാപിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തു. കരുവാങ്ങണ്ടി ബാലൻ അധ്യക്ഷത വഹിച്ചു. KP മോഹനൻ MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രൻ, KP ചന്ദ്രൻ, K മുകുന്ദൻ, മൊയ്തു പത്തായത്തിൽ, OP ഷീജ, K രാമചന്ദ്രൻ ജോത്സ്ന, ജില്ലാ പഞ്ചായത്ത് കൊളവല്ലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി രവീന്ദ്രൻ കുന്നോത്ത്, N അനിൽകുമാർ, KP രാജേഷ് എന്നിവർ സംസാരിച്ചു. പ്രമുഖന്മാരായ നേതാക്കന്മാരുള്ള ആ സമ്മേളനത്തിൽ ആ മന്ത്രി പറഞ്ഞു, കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രി പറഞ്ഞു, ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമം, ഐശ്വര്യം, സംസ്കാരം തുടങ്ങിയ സകല മേഖലകളിലും ഇന്ത്യയിൽ മാതൃകയായ ഒരു നാടാണ് ഈ കേരളമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ ആ വേദിയിലുണ്ടായിരുന്ന KC വേണുഗോപാൽ തന്റെ മുന്നിലെ ആ നിലത്ത് കണ്ണ് പായിച്ച് ആ മണ്ണിൽ, ആ വേദിയിൽ കുഴിയുണ്ടാക്കുന്ന കാഴ്ച ടെലിവിഷനിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. സൂക്ഷിച്ചവർ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. കർണാടകത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രി, എന്റെ കർണാടകമാണ്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകമാണ് ഇന്ത്യയിലെ നമ്പർ 1 എന്നല്ല പറഞ്ഞത്. പിണറായി വിജയൻ ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാണ് ഈ കേരളത്തിൽ, ഈ ഇന്ത്യയിൽ അഭിമാനകരമായ ഇടമുണ്ടാക്കിയത് എന്ന് പറഞ്ഞത് കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിയാണ്. ഇതെല്ലാം ഞാൻ കേട്ടപ്പോൾ, നമ്മൾ കേട്ടപ്പോൾ ഈ സംസ്ഥാനത്ത് LDF കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പ്രജീഷ് പൊന്നത്ത്
സ്വാഗതം പറഞ്ഞു. ക്ലീൻ ഗ്രീൻ പാനുണ്ടയുടെ നേതൃത്വത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ക്ലീനിംഗ് പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന കുട്ടികളെയും മുതിർന്നവരെയും ഉപഹാരം നൽകി ആദരിച്ചു. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS ഉപഹാര സമർപ്പണം നടത്തി. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS ഉപഹാര സമർപ്പണം നടത്തി. നമ്മുടെ ടീമിലെ ഏറ്റവും പ്രായം കൂടിയ ക്ലാസ് കൊടുക്കുക സരോജിനി, ഏറ്റവും പ്രായം കൂടിയ തന്നെയാണ് സരോജിനി, ജൻഷിത, അശ്വന്ത്, നാടിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട്, ക്ലീനിങ് മാത്രമില്ല, മറ്റേതെങ്കിലും പ്രശ്നമുണ്ട്, അത് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാൻ ഒരു കേപ്പബിലിറ്റി ആ നാടിൻ്റെ ആളുകളിൻ്റെ, പ്രത്യേകിച്ച് ആ നാടിൻ്റെ കുട്ടികൾക്കാണ് ഉള്ളത്. കാരണം അവരുടെ ഒരു ക്യൂരിയോസിറ്റി, അവരുടെ ഒരു എനർജി മറ്റൊരു സ്ഥലത്തൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. ഞാനും കുട്ടിയായ സമയത്ത് എൻ്റെ നാട്ടിലെ കുറേ പ്രശ്നങ്ങളായിട്ട് ഞാൻ നോക്കുമ്പോൾ ഇത് എന്ത് കാരണമാണ്, എങ്ങനെയാണോ ഈ ഒരു പ്രശ്നത്തിൽ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റും, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമിൽ അത് പ്രിപ്പറേഷൻ ചെയ്തു, പിന്നെ അത് ക്ലിയർ ചെയ്തു. കാരണം ഒരു മോട്ടിവേഷൻ എനിക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ നാടിൻ്റെ എൻ്റെ നാടിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു. അത് കാരണമാണ് ഞാൻ മനസ്സിലായത് ഈ കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അവർ നാടിൻ്റെ പ്രശ്നങ്ങൾ എന്താണോ, നാടിൻ്റെ പ്രത്യേകത എന്താണോ അത് അവർക്ക് മനസ്സിലാവും. U. രാജീവൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 4 വയസ്സുള്ള കുട്ടികൾ മുതൽ 80 വയസ്സുള്ള മുതിർന്നവരെയാണ് ആദരിച്ചത്. ക്ലീൻ ഗ്രീൻ പാനുണ്ടയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആദ്യ ഞായറാഴ്ച ക്ലീനിംഗ് പ്രവൃത്തിയിൽ പങ്കെടുക്കുന്ന കുട്ടികളെയും മുതിർന്നവരെയും ആദരിക്കുന്ന ചടങ്ങ് നടത്തി വരാറുണ്ട്. ചടങ്ങിൽ കൂത്തുപറമ്പ് പൊൻകൊട്ടാരം ജ്വല്ലറി ഉടമ അബ്ദുൽ അസീസ് AT, M. പവിത്രൻ, ജിതീഷ് പാനുണ്ട, CK അങ്കജൻ മാസ്റ്റർ, KK സുധാകരൻ മാസ്റ്റർ, C. ജിമേഷ്, K. ജിഷ എന്നിവർ സംസാരിച്ചു. വടക്കുംപാട് ജുമാ മസ്ജിദിന് കീഴിൽ പ്രവർത്തിക്കുന്ന അൽ ബിർ സ്കൂൾ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ ക്യാമ്പസിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വേണ്ടി അരിഭക്ഷണം ഉണ്ടാക്കുന്ന കർഷകൻ ഏത് മതത്തിൽപ്പെട്ടവനാണ്, ഏത് ജാതിയിൽപ്പെട്ടവനാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ പിന്നീട് ആ ഭക്ഷണം വിളമ്പുമ്പോൾ നമുക്ക് വ്യത്യസ്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അലി കുടുക്കശ്ശേരിയുടെ ഒരു കവിതയുണ്ട്. ആ കവിത ഇങ്ങനെയാണ്: ഒരു കുഞ്ഞിക്കുരുവി അമ്മക്കുരുവിയോട് ചോദിച്ചു, അമ്മേ, നമ്മളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ അമ്മക്കുരുവി പറഞ്ഞു, മകനെ, നാം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാം പക്ഷികൾ തന്നെയാണ്, കുരുവികൾ തന്നെയാണ്.
പക്ഷേ മനുഷ്യൻ ഉറങ്ങുമ്പോൾ മനുഷ്യനും ഉണരുമ്പോൾ ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദുവുമായി തീർന്നു എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് അങ്ങനെയല്ല നമ്മളാവേണ്ടത്. നമുക്ക് ലഭ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളും ഓരോ ജാതിയിലും മതത്തിലും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും എല്ലാം ചേർന്ന് ഷംസു മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അഷ്റഫ് ആമുഖ പ്രഭാഷണം നടത്തി. ഹയാത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ NP കബീർ, ഷഫീഖ് കുന്നുമൽ, T ഷഹീർ, സ്കൂൾ മാനേജർ അസീസ് എന്നിവർ സംസാരിച്ചു. അമീൻ ഷഫീഖ് ബാക്കഫി പ്രാർത്ഥന നടത്തി. 1 KG ക്ലാസുകളിലെ 100-ൽ പരം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. സ്കൂളിലെ മികച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. തസ്നിമുന്നിസ, ഫസ്ന, ഫർസാന, ഷുഹൈന, മൻസീന എന്നിവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം.
നവരത്ന ഇൻ ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. JCI പാനൂർ ചാപ്റ്ററിന്റെ ഭാരവാഹികൾ ചുമതലയേറ്റു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. JCI മുൻ ദേശീയ പ്രസിഡന്റ് പ്രമോദ് കുമാർ, സോൺ പ്രസിഡന്റ് അരുൺ പ്രഭു, ഷിജു മോഹൻ, KC ഷാനിബ, KV നൌഷാദ് എന്നിവർ പങ്കെടുത്തു. KP സായന്ത് പ്രസിഡന്റും നവനീത് കൃഷ്ണ സെക്രട്ടറിയും OT അബ്ദുള്ള ട്രഷറർമാരുമായതാണ് പുതിയ കമ്മിറ്റി. The office of JCI Panur and will ആദ്യമായി തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുത്ത നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ എന്നിൽ അർപ്പിച്ച ഈ ഒരു വിശ്വാസം അതൊരു വലിയൊരു ഉത്തരവാദിത്വം മാത്രമല്ല, നമ്മുടെ സംഘടനയുടെ, നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇന്ന് ഈ വേദിയിൽ നിന്ന് 2026 നമ്മുടെ യാത്രക്ക് തുടക്കം കുറിക്കുമ്പോൾ JCIയുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും സമൂഹത്തിൽ അർത്ഥവത്തായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്തു. നാളെയുടെ നേതാക്കളെ ഇന്ന് വാർത്തെടുക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. 2026 നമ്മുടെ ലോക്കൽ ഓർഗനൈസേഷൻ 3 പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിലൊന്നാമത്തതാണ് യുവജന ശാക്തീകരണം. നമ്മുടെ സമൂഹത്തിലെ യുവാക്കൾക്ക് നേതൃത്വ പരിശീലനവും കഴിവ് വികസനവും നൽകി അവരെ മികച്ച പൗരന്മാരാക്കി മാറ്റുക. ഗായിക ദേവാഞ്ജന മഹിജൻ വിശിഷ്ടാതിഥികളായി. മറ്റ് ഭാരവാഹികൾ ബിനീഷ്, നിഷ അനീഷ്, നിതിൻ വാടിയിൽ, നിഖില രതീഷ്, ഡോക്ടർ മഷൂദ്, KM റെയ്സ്, CM ജിബിൻ. ചടങ്ങിൽ സെക്രട്ടറി നവനീത് കൃഷ്ണ നന്ദി പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കടവത്തൂർ വെസ്റ്റ് UP സ്കൂൾ വിന്നേഴ്സ് ഗാല 25 സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ മത്സരങ്ങളിൽ സബ് ജില്ലാ തലങ്ങളിൽ മികച്ച വിജയം നേടിയ പ്രതിഭകളെ അനുമോദിച്ചു. കടവത്തൂർ വെസ്റ്റ് UP സ്കൂൾ വിന്നേഴ്സ് ഗാല 2025 സംഘടിപ്പിച്ചു. കലാ കായിക ശാസ്ത്രമേളയിലെ സബ് ജില്ലാ പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. തൃപ്പങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കേൽ ഉദ്ഘാടനം നിർവഹിച്ചു. കൈകോർത്തുകൊണ്ട് നല്ല രീതിയിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും മുന്നോട്ട് നയിക്കുന്ന ഈ സ്കൂളിന് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ സ്റ്റേറ്റ് തലത്തിൽ വരെ എത്തിയ സുരേഖ ടീച്ചർക്ക് നമുക്കൊരു മാതൃകയാണ് സുരേഖ ടീച്ചർ. എപ്പോഴും ടീച്ചറുടെ വകയാണ് പോയില്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഒരു മാതൃകയാണ്. അങ്ങനെ ടീച്ചർക്കും ഒരുപാട് മേഖലകൾ തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിന്നേഴ്സ് ഗാല എന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രതിഭകൾക്കുള്ള സമ്മാനദാനവും 15 വർഷക്കാലം പഞ്ചായത്ത് അംഗം, പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ച സക്കീന തക്കേലിനുള്ള ഉപഹാരവും സംസ്ഥാന ശാസ്ത്രമേള വിജയി സുലേഖ ടീച്ചർക്കുള്ള ഉപഹാരവും NIS പ്രസിഡന്റ് PK അബ്ദുള്ള നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് സമദ് അറക്കൽ അധ്യക്ഷനായി. മാനേജർ K ഖാലിദ്, AP മുഹമ്മദ്, നുഫൈസ, അബ്ദുൽ നാസർ, KM അബ്ദുള്ള, KM സുലൈഖ, VK ഉമ്മുകുൽസു എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ മുഹമ്മദ് ഫാറൂഖ് സ്വാഗതവും E അനന്തനാരായണൻ നന്ദിയും പറഞ്ഞു.
KNM കടവത്തൂർ പാനൂർ കോംപ്ലക്സ് മദ്രസ സർഗമേളയിൽ 383 പോയിന്റുകളോടെ കടവത്തൂർ NI മദ്രസ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. കല്ലിക്കണ്ടി ഇർഷാദിയ, എലാങ്കോട് NI എന്നീ മദ്രസകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 2 ദിവസങ്ങളായി നടന്ന മേളയിൽ NIS പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. KNM കടവത്തൂർ പാനൂർ കോംപ്ലക്സ് മദ്രസ സർഗമേളയിൽ 383 പോയിന്റുകളോടെ കടവത്തൂർ NI മദ്രസ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. കല്ലിക്കണ്ട് ഇർഷാദിയ, എലാങ്കോട് NI എന്നീ മദ്രസകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 2 ദിവസങ്ങളിലായാണ് മേള നടന്നത്. NIS പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീനത്ത് കെയിൽ അധ്യക്ഷയായി. KNM ജില്ലാ ഭാരവാഹികളായ ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി, TV അബ്ദുറഹ്മാൻ മാസ്റ്റർ, E അലി ഹാജി, മഹൽ ഗാളി, NK അഹമ്മദ് മദനി, പാറാൽ DIA കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ ജലീൽ ഒതായി, മണ്ഡലം സെക്രട്ടറി T അഷ്റഫ് മാസ്റ്റർ, K ഖാലിദ് സുലമി, KK അബ്ദുള്ള, ഷുക്കൂർ സുലാഹി, അബ്ദുൽ സമദ് എലാങ്കോട്, മഹമ്മൂദ് ബാഗവി, K അബൂബക്കർ, ഡോക്ടർ അഫ്സൽ എന്നിവർ സംസാരിച്ചു. സർഗമേളയുടെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇബ്രാഹിം ഹാജി നിർവഹിച്ചു. അബൂപറാട് അധ്യക്ഷനായി. CH ഇസ്മായിൽ ഫാറൂഖി, K ബഷീർ ഫാറൂഖി, ഖബീർ കരിയാട്, K റഫീഖ്, കിഴക്കേടത്ത് അബൂബക്കർ, അലി കുയ്യാലി, കളത്തിൽ അബ്ദുള്ള, അറക്കൽ കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു. വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകുക എന്നതാണ് ഒന്നാമതായി. രണ്ടാമതായി, പരിശുദ്ധ മതമാകുന്ന ഇസ്ലാമിനെ ഏറ്റവും മനോഹരമായി ശാസ്ത്രീയമായി പ്രബോധനം ചെയ്യുവാൻ അവരെ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ്. നമുക്കറിയാം, നാം ജീവിക്കുന്ന കാലത്ത് പ്രത്യേകിച്ച് ഇസ്ലാം അത് വളരെ വലിയ വെല്ലുവിളികളെ, പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ചുറ്റുപാടുകൾ നിരന്തരമായി വന്നു ചേർന്നുകൊണ്ടിരിക്കുകയും അവിടെ കൃത്യമായ ഇസ്ലാമിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി. ഇസ്ലാം അത് സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, സാഹോദര്യത്തിന്റെ ഏറ്റവും അത്യുന്നതമായ സന്ദേശമാണ്, സങ്കീർത്തനമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ കഴിവുള്ള നല്ല ആളുകൾ വളർന്നു വരേണ്ടുന്ന ഒരു കാലഘട്ടമാണിത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേന്ദ്ര സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ SRC കമ്മ്യൂണിറ്റി കോളേജ് സർട്ടിഫിക്കറ്റ് ഇൻ മാർഷൽ ആർട്സ് കളരിപ്പയറ്റിലെ ഫലം പ്രഖ്യാപിച്ചു. PKS കളരി യോഗ അക്കാദമി ചെറുകുന്ന് കേന്ദ്രമായി പരിശീലിച്ച പുതിയാപ്പറമ്പ് സ്വദേശിയായ K വിപിൻ 1ാം റാങ്കിന് അർഹനായി. PKS കളരി യോഗ അക്കാദമി ചെറുകുന്ന് കേന്ദ്രമായി പരിശീലിച്ച പുതിയാപ്പറമ്പ് സ്വദേശി K വിപിൻ 1ാം റാങ്കിന് അർഹനായി. ഇദ്ദേഹം അഴീക്കോട് ശ്രീ ഗണേഷ് കളരിയിലും ഫോക്ലോർ അക്കാദമി കളരിയിലും പരിശീലിച്ചു വരികയായിരുന്നു. ചെറുകുന്ന് സ്വദേശി P വിനോദ് കുമാർ 2ാം റാങ്കിനും അഴീക്കൽ സ്വദേശി ഋഷി K ബൈജു 3ാം റാങ്കിനും അർഹരായി. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ക്യാമ്പിലുള്ള കുട്ടികൾക്ക് ജേഴ്സി ലോഞ്ചിംഗ് അസോസിയേഷൻ ഭവനിൽ നടന്നു. ജേഴ്സിയുടെ ലോഞ്ചിംഗ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി നിർവഹിച്ചു. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ക്യാമ്പിലുള്ള കുട്ടികൾക്ക് ജേഴ്സി ലോഞ്ചിംഗ് അസോസിയേഷൻ പവലിയനിൽ നടന്നു. ജേഴ്സി ലോഞ്ചിംഗ് ഉദ്ഘാടനം KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി നിർവഹിച്ചു. A അഭിമന്യു അധ്യക്ഷനായി. CDCA എക്സിക്യൂട്ടീവ് അംഗം അക്ബർ നടമ്മൽ സ്വാഗതം പറഞ്ഞു. KCA അംഗം AK സക്കരിയ, കോച്ച് ഡിജുദാസ്, കോച്ച് വിനയകുമാർ, സാഹിർ എന്നിവർ സംസാരിച്ചു. ട്രഷറർ മഹറൂഫ് ആലഞ്ചേരി നന്ദി പറഞ്ഞു. കോറോത്ത് റോഡ് ഷോട്ടാക്കാൻ കരാട്ടെ ട്രെയിനിംഗ് സെന്റർ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് നടത്തി. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക N സ്മിത നിർവഹിച്ചു. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക N സ്മിത നിർവഹിച്ചു. ഫാത്തിമ ഹൽവ
ഫസൽ കിൽസൺ, അബ്ദുൽ ഹാദി, മിഥുവ പ്രണവ്, റാഫേല സാലിനോ. ഒരു വലിയ സല്യൂട്ടാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളാരും ഈ ഒരു ഞായറാഴ്ച വീട്ടിൽ കിടന്ന് അലസമായി ഉറങ്ങുന്നില്ല. നിങ്ങളാരും തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മൊബൈൽ ഫോണും പിടിച്ച് അതിൽ സോഷ്യൽ മീഡിയയിലെ വലയങ്ങളിൽ, മായിക വലയാണ് അല്ലേ, അതിലകപ്പെട്ട് ഇരിക്കുന്നില്ല. ആരും തന്നെ നമ്മളെ വെറുമൊരു മെക്കാനിക്ക്, ഒരു യന്ത്രം മാത്രമാക്കി മാറ്റുന്ന ഗെയിമിന് അഡിക്റ്റായിട്ട് വീട്ടിലിരിക്കുന്നില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ ഒരു ഗ്രേഡിംഗ് ടെസ്റ്റിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കൂടാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ പരിപാടിക്ക് വരാനും ഈ ഒരു പരിശീലനം മുടങ്ങാതെ ചെയ്യാനും ഓരോ ലെവലും പാസ്സായി മുകളിലേക്ക് ഉയർന്നുയർന്ന് പോകാനും ഒക്കെ സപ്പോർട്ട് തരുന്ന രക്ഷിതാക്കളുണ്ട്. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവിടെ എത്തൂല. അവരെയും ഞാൻ അഭിനന്ദിക്കാനും അവരോട് നന്ദിപൂർവ്വം അവരെ സ്മരിക്കുകയാണിപ്പോൾ. NCC ഓഫീസർ TP രാവിദർ അധ്യക്ഷത വഹിച്ചു. വേൾഡ് ഷോട്ടോക്കൻ കരാത്തെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യൻ ചീഫ് ഷിഹാൻ CP രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡും കോഴിക്കോടുമാണ് ഇന്ന് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷോട്ടോക്കൻ കരാത്തെ ട്രെയിനിങ് സെന്ററിന്റെ സ്ഥാപകനായ നമ്മുടെ രാവിദ് സാർ 1990 മുതൽ കരാത്തെ ഫീൽഡിൽ നിങ്ങളെപ്പോലെ ചെറിയ കുട്ടിയായ സമയം മുതൽ കരാത്തെ പരിശീലനം തുടങ്ങി 90 മുതൽ കരാത്തെ പരിശീലിപ്പിക്കുവാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് വെച്ച് ട്രെയിനിങ് തുടങ്ങി വയ്ക്കുന്നു. ഞാനും ഇദ്ദേഹവും 93 കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കാജുകാഡോ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ ഉണ്ടായിരുന്നു. 90 മുതലേ ഞങ്ങൾ നല്ലൊരു ബന്ധത്തിൽ ഇന്നും ആ ഒരു ബന്ധം തുടർന്നു പോവുകയും, അതുപോലെ തന്നെ അന്ന് രാവിദ് മാഷ് ആ മത്സരത്തിൽ വിന്നറായിരുന്നു. ചെറിയൊരാളാണ്. അന്ന് കണ്ട കൂട്ടർക്കാർക്ക് ഇപ്പം രാവിദ് മാഷെ കണ്ടാൽ മനസ്സിലാവില്ല. നിങ്ങളെപ്പോലെ ചെറിയൊരു ആളായിട്ടുണ്ടായിരുന്നു. നല്ല സ്ട്രോങ് ഫൈറ്ററായിരുന്നു. 90 മുതൽ നമ്മൾ കരാത്തയുടെ നല്ല ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു മാർഷൽ ആർട്സിൻ്റെ കീഴിലേക്ക് കരാത്തെ പല പേരിലും പല ശൈലിയിലും കരാത്തെ അഭ്യസിച്ച് വരുന്നുണ്ട്. സ്കൂൾ കായികാധ്യാപകൻ അതുൽ, കരാട്ടെ പരിശീലകരായ സെൻസായി MP ലിനീഷ്, സെൻസായി മുഹമ്മദ് അലി, സെൻസായി M ഷിബിൽ, സെൻസായി അരുൺരാജ്, സെൻപായ് TP മൃദുൽ, സെൻപായ് സാനിയ മഹേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂ മാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീ ധർമ്മശാസ്ത്ര അഷ്ടോത്തര ശതനാമാർച്ചന വിളക്ക് പൂജ നടന്നു. ക്ഷേത്ര മേൽശാന്തി മാടമന ഈശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓം ശരധരായ നമഃ. ഓം ഹലാഹലപ്രിയായ നമഃ. ഓം അഗ്നിനേത്രായ നമഃ. നമഃ. ഓം ശിഷ്ടജലരക്ഷ. ഓം മഞ്ജുളേശായ നമഃ. ഓം വജ്രാംഗ. ഓം വിഷ്ണുപുത്രായ നമഃ. ഓം ഖഡ്ഗപാണയേ നമഃ. ഓം ബലോദ്ധതായ നമഃ. ക്ഷേത്ര മേൽശാന്തി മാടമന ഈശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓരോ മനുഷ്യരും ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പ്രാരംഭത്തിൽ കൊണ്ടുവന്നത് പ്രാരബ്ധം ആയിട്ട് നമുക്ക് 3 തരത്തിലുള്ള ദുഃഖങ്ങളും കൂടെയുണ്ട്. 3 തരത്തിലുള്ള, അതാണ് താപത്രയങ്ങൾ എന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. താപത്രയങ്ങൾ
ആ താപത്രയങ്ങൾ നശിപ്പിച്ചു തരയണമേ എന്നാണ് ഈ 3 താപത്തിനും സാധ്യ നൽകണമേ എന്നാണ് ആ ശാന്തി ശാന്തി ശാന്തിയിലും. ഈ 3 തരത്തിലുള്ള താപത്രയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ആദി എന്ന് പറയുന്നത് താപത്തിന് ആദികൾ നമുക്ക് വരുമ്പോൾ കൊണ്ടുവന്നതായ താപം അഥവാ ആദി. ആ 3 തരത്തിലുള്ള ആദികളും ഇല്ലാതാക്കി തരണമേ എന്നാൽ അത് ആദി ആത്മീയം, ആദി ദൈവികം, ആദി ഭൗതികം. നമുക്ക് വരുമ്പോൾ ദൈവം തന്നിട്ടുള്ളതായ ആദി ഓരോ മനുഷ്യനും തലയിലെടുത്ത് എങ്ങനെയാണോ അതിൽ ചിലപ്പോൾ ആദി എല്ലാം സുഖമല്ലല്ലോ. സുഖദുഃഖ സമയം കിട്ടുക, സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ഒക്കെ ഉള്ളതാണ് ജീവിതം, ജയവും പരാജയവും. അതുപോലെ നമുക്ക് ആദിയും കൂടത്തിലാണ് തന്നിട്ടുള്ളത്. നിരവധി ഭക്തർ പങ്കെടുത്ത ചടങ്ങിന് ക്ഷേത്ര ഭാരവാഹികൾ നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ ആയില്യനാൾ ആഘോഷം ഡിസംബർ 9 ചൊവ്വാഴ്ചയും കുട്ടിച്ചാത്തൻ നേർച്ചവെള്ളാട്ടം ഡിസംബർ 12 വെള്ളിയാഴ്ചയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം ഡിസംബർ 25 മണ്ഡല വിളക്കോടുകൂടി സമാപിക്കും. ഗുരുധർമ്മ പ്രചരണ സഭ ആച്ചുകുളങ്ങര ശ്രീനാരായണ മഠം യൂണിറ്റ് കമ്മിറ്റിയും ശ്രീനാരായണ സാംസ്കാരിക കേന്ദ്രവും മാഹി ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുധർമ്മ പ്രചരണ സഭ ആച്ചുകുളങ്ങര ശ്രീനാരായണ മഠം യൂണിറ്റ് കമ്മിറ്റിയും ശ്രീനാരായണ സാംസ്കാരിക കേന്ദ്രം മാഹി ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജ്ഞാനോദയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ രോഗങ്ങളുടെ ഇടയിലാണെന്ന് ജീവിക്കുന്നതൊക്കെ നമുക്കറിയാം. ഓരോ ദിവസവും നമ്മൾ അന്ന് എഴുന്നേൽക്കുമോ എന്ന സംശയമാണ് യഥാർത്ഥത്തിൽ. ലോകത്തിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ സുഖമായി കിടന്നുറങ്ങുകയാണ്. പിറ്റേന്ന് 25 ലക്ഷം ആളുകൾ എഴുന്നേൽക്കുന്നില്ല എന്നുള്ളതാണ് ലോകത്തിന് മുന്നിലുള്ള ഒരു കണക്ക്. ഒരു രോഗവുമില്ലാതെ സാധാരണ പോയി കിടന്ന് പിറ്റേത്തെ ദിവസം എണീക്കാത്ത 25 ലക്ഷം ജനങ്ങൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 25 ലക്ഷം ജനങ്ങൾ ഒരു ദിവസം നമ്മൾ വിട്ടുപിരിയുന്നു എന്നുള്ള അതിഭീകരമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഈ മനുഷ്യ ജന്മങ്ങൾ കടന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നമ്മുടെ ആരോഗ്യം സംബന്ധിച്ച് തന്നെയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നു. ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കാം നമുക്ക് വിനയായി വരുന്നതും അത് തന്നെയായിരിക്കാം എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുകയാണ്. എങ്കിലും വല്ലാത്തൊരു അവസ്ഥയിൽ കൊറോണ പീരീഡ് കഴിഞ്ഞു, കൊറോണയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമോ എന്ന ഒരാശങ്ക ഓരോ ദിവസവും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, നമ്മളാകെ അങ്കലാപ്പിലാക്കിയ ആ ഒരു ദിനങ്ങൾ നമ്മൾ വിജയകരമായിട്ട് തന്നെ വലിയ നല്ല നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. മഠം പ്രസിഡന്റ് പ്രേമൻ അതിരുകുന്നത്ത് അധ്യക്ഷത വഹിച്ചു. പ്രേമാനന്ദ സ്വാമി ശിവഗിരി മഠം അനുഗ്രഹ ഭാഷണം നടത്തി. ഡോക്ടർമാർക്ക് പോലും മാർഗനിർദ്ദേശം നൽകുകയും നിരവധി മാറാ രോഗങ്ങളാൽ വലയുന്ന ജനങ്ങളെ ശ്രീനാരായണ ഗുരു വേണ്ട വിധത്തിൽ ചില ചികിത്സകളും അതോടൊപ്പം ചികിത്സ അല്ലാതെ തന്നെ എന്തെങ്കിലും ഒരു പഴമോ ഫലമോ നൽകിക്കൊണ്ടും ആശ്വാസ വാക്കുകൾ നൽകിക്കൊണ്ടും മാറാ രോഗങ്ങൾ മാറ്റിയ ചരിത്രമാണ് ശ്രീനാരായണ ഗുരുവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. GDPS ജോയിന്റ് രജിസ്ട്രാർ ശിവഗിരി മഠം PP സുരേന്ദ്രൻ ബാബു ആശംസകൾ നേർന്നു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശിവരാം കൃഷ്ണ, ഡോക്ടർമാരായ ഷൈൻ എസ് നായർ, രാജേഷ് A നായർ, ഡോക്ടർ രാകേഷ് കുമാർ, ആര്യ മോഹൻ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തവരെ പരിശോധന നടത്തി. മഠം വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് പുന്നോൽ സ്വാഗതവും സെക്രട്ടറി PN സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. മതമൈത്രിയുടെ നേർക്കാഴ്ചകൾ ഒരുക്കി താഴെ ചമ്പാട് മുതുവനായി മുത്തപ്പൻ മടപ്പുര ക്ഷേത്രോത്സവം സമാപിച്ചു. 4 ദിവസങ്ങളിലായാണ് മഹോത്സവം നടന്നത്.
ക്ഷേത്രസന്നിധിയിൽ അയ്യപ്പസ്വാമിയുടെ പാട്ടിന് ചുവടുവെച്ച് ദഫ് കലാകാരന്മാർ നിറഞ്ഞാടിയത് വേറിട്ട കാഴ്ചയായി. 4 ദിവസങ്ങളായി ചമ്പാട് മുതുവനായി മടപ്പുരയിൽ നടന്ന ക്ഷേത്രോത്സവമാണ് അക്ഷരാർത്ഥത്തിൽ മതമൈത്രിയുടെ കൂടി നേർക്കാഴ്ചയായത്. മാപ്പിളപ്പാട്ടും പ്രവാചകന്റെ മധുഹുകളും ഈരടികളാക്കി മുത്തപ്പ സന്നിധിയിൽ അവർ നിറഞ്ഞാടിയപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ആ ദൃശ്യങ്ങൾ പാറിപ്പറന്നു. കൊല്ലം അൽ ബദ്രിയ ദഫ്മുട്ട് സംഘമാണ് രാത്രി ദഫ്മുട്ട് അവതരിപ്പിച്ചത്. മനേത്തുവയൽ മുതൽ ക്ഷേത്രം വരെ നടന്ന ഘോഷയാത്രയിലും ദഫ് കലാകാരന്മാർ അണിനിരന്നു. അറബിയും ഒട്ടകങ്ങളും, കൈകൊട്ടിക്കളി, ഗരുഡ നൃത്തം, പഞ്ചാരിമേളം, ശിങ്കാരിമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രമേയങ്ങളുടെ പേരിൽ നാടകവും നൃത്തവും നിർത്തിക്കുന്ന കാലത്താണ് ഒരു നാടും ക്ഷേത്രവും കലാകാരന്മാരെ ചേർത്ത് പിടിച്ചത്. ഡിസംബർ 4 തുടങ്ങിയ ക്ഷേത്ര മഹോത്സവം ഞായറാഴ്ച സമാപിച്ചു. ക്ഷേത്രത്തിൽ നടന്ന അന്നദാനം സ്പോൺസർ ചെയ്യാനും ഹൈന്ദവർക്കൊപ്പം മുസ്ലിം വിശ്വാസികളും പങ്കാളികളായി. ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ അന്നദാനത്തിലും പങ്കാളികളായി. ഓർമ്മശക്തി കൊണ്ട് നാടിന്റെ അഭിമാനമായി മാറിയ ഭിന്നശേഷിക്കാരൻ മുഹമ്മദ് സമാനെ ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചു. ഉത്സവങ്ങളെല്ലാം നാടിന്റെ സത്വം വിളിച്ചോതുന്നതാവണമെന്നും ജാതിമതഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവങ്ങളാകുന്നതെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി കൂടിയായ സാഹിത്യകാരൻ പ്രേമാനന്ദ ചമ്പാട് പറഞ്ഞു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര.
കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. തലശ്ശേരി മേലൂട്ട് ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ അയ്യപ്പ പൂജയും ഭജനയും സംഘടിപ്പിച്ചു. അയ്യപ്പ ഭക്തരും ബന്ധുക്കളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. തിരുവങ്ങാട് ശ്രീ ധർമ്മശാസ്ത ഭജന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഭജന സന്ധ്യ നടന്നത്. മേലൂട്ട് ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്ര പ്രസിഡന്റ് KM ധർമ്മപാലൻ, സെക്രട്ടറി K ലിജിൻ, നിർവാഹ സമിതി കൺവീനർ അനൂപ് മാധവ്, ഭരണസമിതി അംഗങ്ങൾ, നിർവാഹ സമിതി അംഗങ്ങൾ, ക്ഷേത്ര കഴുകക്കാർ എന്നിവർ നേതൃത്വം നൽകി. സ്വാമിമാരടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രസാദമൂട്ടുണ്ടായി. തലശ്ശേരി പെരുന്താറ്റിൽ ശിവപുരോട്ട് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി പാർവതി പരിണയ ഘോഷയാത്ര നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. തലശ്ശേരി പെരുന്താറ്റിൽ ശിവപുരോട്ട് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി പാർവതി പരിണയ ഘോഷയാത്ര നടത്തി. വാദ്യമേളത്തോടുകൂടി കോറോത്ത് പീടിക പരിസരത്ത് നിന്നും പുറപ്പെട്ട് ശിവപുരോട്ട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു.
നിരവധി ഭക്തജനങ്ങൾ പാർവതി പരിണയ ഘോഷയാത്രയിൽ പങ്കാളികളായി. തുടർന്ന് നെയ്വിളക്ക് പ്രദക്ഷിണവും യജ്ഞമണ്ഡപത്തിൽ പരിണയ ചടങ്ങുകൾ, സമൂഹ പ്രാർത്ഥന, ദീപാരാധന എന്നിവ നടന്നു. പുന്നോൾ ഉസ്സൻമൊട്ടയിലെ ലോറൽ ഗാർഡന്റെ സഹോദര സ്ഥാപനം ലോറൽ ഇവന്റ്സ് സെയിൽസ് ഓഫീസ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പിലാക്കണ്ടി ആർക്കേഡിൽ ആക്സിസ് ബാങ്കിന് എതിർവശമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. പുന്നോൽ ഉസ്സൻമൊട്ടയിലെ ലോറൽ ഗാർഡന്റെ സഹോദര സ്ഥാപനം ലോറൽ ഇവന്റ്സ് സെയിൽസ് ഓഫീസ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നഫീസ മൂസ, ജന്ന ഫാത്തിമ, ജസിയ ഫാത്തിമ, ജഫ ഫാത്തിമ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ലോറൽ ഇവന്റ്സിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഔട്ട്ഡോർ കാറ്ററിംഗ്, ഔട്ട്ഡോർ ഇവന്റ്സ്, കല്യാണം, പിറന്നാൾ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ലോറൽ ഇവന്റ്സിൽ ലഭ്യമാകും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുത്ത ഭാഗ്യശാലിക്ക് വാഷിംഗ് മെഷീൻ സമ്മാനമായി നൽകി. Kadilur. Very good. The winner is Mr. Sharon. Sharon Kadilur. The man in the back is done. To Sharon Kadilur. The queen champion of the London Romania. Thank you. Thank you, Mr. Sharon. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. എലൈറ്റ് ഡെക്കറിന്റെ മൂന്നാമത്തെ ഷോറൂം നാദാപുരത്തിനടുത്ത് പാറക്കടവ് റോഡിൽ പേരോട് പ്രവർത്തനം തുടങ്ങി. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ആനന്ദകരമാക്കാൻ പുതിയ തരം ഡിസൈനുകളിലുള്ള കസേരകൾ, ലൈറ്റുകൾ, കാർപ്പറ്റുകൾ, അതോടൊപ്പം പാർട്ടി ആവശ്യങ്ങൾക്ക് വേണ്ട എല്ലാവിധ സാധന സാമഗ്രികളും ഇവിടെ ലഭിക്കുന്നതാണ്.
ഷോറൂം ഉദ്ഘാടനം നാട്ടുകാരുടെയും സഹകാരികളായ കച്ചവടക്കാരുടെയും സാന്നിധ്യത്തിൽ നടന്നു. നിരവധി പ്രമുഖർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നടിയെ ആക്രമിച്ച കേസിലെ വിധിക്ക് പിന്നാലെ അതിജീവിതയ്ക്ക് പിന്തുണ ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. സംസ്ഥാന സർക്കാർ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും ഗോവിന്ദൻ മാസ്റ്റർ. നടിയെ ആക്രമിച്ച കേസിൽ വിധി തൃപ്തികരമല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായും സണ്ണി ജോസഫ്. തലശ്ശേരി നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിയമം ലംഘിച്ചുകൊണ്ട് വഴിയോര കച്ചവടക്കാരെ MG റോഡിൽ നിന്നും ഒഴിപ്പിച്ച കച്ചവടം പുനരാരംഭിച്ചു. കേരള ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചിട്ടാണ് കച്ചവടം പുനരാരംഭിച്ചത്. പാനൂർ നഗരസഭയുടെ UDF ഭരണസമിതി ഗുരുതരമായ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറിയെന്ന ആരോപണവുമായി LDF. നഗരസഭയുടെ സമഗ്ര വികസനത്തിന് LDF ഭരണത്തിൽ വരണമെന്നും നേതാക്കൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.